നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഗസയിലേക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികം മാധ്യമങ്ങളൊന്നും തന്നെ ഗസയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായ ഒരു വാർത്തയോ ഒന്നും തന്നെ ഇപ്പോൾ കാണിക്കാത്തൊരവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. കാരണം അവർ കാണിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, വേണ്ട പ്രാധാന്യത്തോടു കൂടി അത് കാണിക്കുന്നില്ല. ലോകത്ത് സമാനതകളില്ലാത്ത ഒരു അതിക്രമമാണ് പാലസ്തീനികൾക്കെതിരെ ഇപ്പോൾ നടക്കുന്നത്. അതിന് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടോ എന്നൊരു ആശങ്ക, ആ ആശങ്ക ഇവിടെ പങ്കുവെച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വാർത്തയിലേക്ക് പോകാം. ഗസയിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 25ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയിൽ ഇപ്പോൾ പോഷകാഹാര കുറവ് മൂലം ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് എന്ന് UNRW, അതായത് UNRW എന്ന് പറയുന്നത് UN-ന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ്. അവർ തന്നെ പറയുന്നു ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന്. ഗസയിലുള്ള 10 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന സിവിലിയന്മാരെ ഇസ്രയേൽ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് പറയുന്നത് UNRW ആണ്. വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന പാലസ്തീനികൾക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ ആക്രമണമുണ്ടായി എന്ന രീതിയിലും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അവിടെയുള്ള പാലസ്തീനികൾ, അതായത് ഈ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന പാലസ്തീനികൾ പറയുന്നത് തങ്ങളുടെ ജലവിതരണ സംവിധാനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്നാണ്. ഇവർ ആദ്യം ചെയ്തത് ജലവിതരണത്തിനായിട്ടുള്ള പൈപ്പ് ലൈൻ അത് തകർക്കുക എന്നുള്ളതാണ്. പൈപ്പ് ലൈൻ തകരുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പമ്പിങ് അത് നിർത്തേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഇത്തരം പ്രവർത്തികൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികൾ പറയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഭക്ഷ്യസഹായ കേന്ദ്രത്തിലെ തെക്കൻ ഗസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രം, ആ കേന്ദ്രത്തിലേക്ക് സഹായം തേടി എത്തിയ പാലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണമുണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ആ ആക്രമണത്തിൽ 116 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 116 പേർ. ഇതിൽ തന്നെ 38ഓളം പേർ അവർ സഹായം തേടി എത്തിയവരാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ ടെൽ അവീവിൽ നടന്ന ഒരു പ്രതിഷേധ മാർച്ച്, അതായത് എത്രയും വേഗം ബന്ദികളുടെ മോചനം അത് സാധ്യമാക്കണമെന്ന മുദ്രാവാക്യവുമായിട്ട് ടെൽ അവീവിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാർച്ച് തന്നെയാണ് സംഘടിപ്പിച്ചത്. 471 ദിവസം ഹമാസ് ബന്ദിയാക്കി വെക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത ഡോറോൺ സ്ട്രെയിൻ ബ്രാച്ചറും ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തു. അദ്ദേഹം ടെൽ അവീവിലെ സ്ക്വയറിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരോട് സംസാരിച്ചു എന്ന രീതിയിലാണ് ഇസ്രയേലി മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രയേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താൻ മോചിതനായതുപോലെ തന്നെ മറ്റുള്ളവരും മോചിതനാകും എന്നൊരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹം ഈ ഒരു മാർച്ചിനിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനിടെ ഇറാനിലെ ഒരു ഓയിൽ റിഫൈനറിയിൽ അവിടെ ഉണ്ടായ ഒരു തീപിടുത്തം, വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് അവിടുത്തെ ഒരു ഓയിൽ റിഫൈനറിൽ ഉണ്ടായത് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത ആദ്യമായി പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിരവധി സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു. കാരണം ഈ ഒരു സംഭവത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കൈയുണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെ ഉയർന്നു വന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ ഇറാൻ തള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇറാന്റെ ഓയിൽ മിനിസ്ട്രി പറയുന്നത് ഈ ഒരു തീപിടുത്തം അത് അണച്ചു കഴിഞ്ഞു എന്നാണ്. ഈ ഒരു തീപിടുത്തത്തിന് കാരണം അത് പമ്പിലുണ്ടായിരുന്ന ഒരു ലീക്ക് മുഖാന്തരം മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാരണവും ഇതിനില്ല എന്ന് ഇറാൻ ഓയിൽ മിനിസ്ട്രി ഇവിടെ വ്യക്തമാക്കുന്നു.